ണ്ട് എത്രയും വേഗം സോനം വാങ്ചുകിനെ വിട്ടയക്കണമെന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം അദ്ദേഹത്തെ ലഡാക്കിൽ നിന്നും അറസ്റ്റ് ചെയ്തതിനു ശേഷം രാജസ്ഥാനിലെ ജോധ്പൂരിലെ ജയിലിലാണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത്. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ഒരു വിവരം പോലും ആർക്കും ഇതുവരെയും ലഭ്യമല്ല. അദ്ദേഹത്തിന്റെ ഭാര്യ നിരന്തരമായിട്ട് അദ്ദേഹവുമായി സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അതിന് ഒരു അവസരം ഇതുവരെയും നൽകിയിട്ടുമില്ല. അതുകൊണ്ട് എത്രയും വേഗം സോനം വാങ്ചുകിനെ വിട്ടയക്കണമെന്നുള്ളൊരു ആവശ്യമാണ് വിദ്യാർത്ഥി സംഘടനകൾ ഉയർത്തിയിരിക്കുന്നത്. മറ്റൊരു ആവശ്യം അവർ പറയുന്നത് ലഡാക്കിന്റെ സംസ്ഥാന പദവിയുമായി ബന്ധപ്പെട്ടുള്ള ആ കാര്യമാണ്. സംസ്ഥാന പദവിയും ഗോത്ര പദവിയും എത്രയും വേഗം നൽകാനായിട്ട് BJP സർക്കാർ തയ്യാറാകണം. കാരണം ഈ രണ്ട് കാര്യങ്ങളും സർക്കാർ നിരന്തരം ഈ സമരക്കാർക്ക് ഉറപ്പ് നൽകിയ കാര്യമാണ്. സർക്കാരിന്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന കാര്യമാണ്. എന്നിട്ട് പോലും അത് നൽകാനായിട്ട് സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സോനം വാങ്ചുക് വലിയ പ്രതിഷേധവുമായി എത്തിയതെന്നാണ് ഇപ്പോൾ ഈ സംഘടനകൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ എത്രയും വേഗം വിട്ടയക്കണം. ആ വിട്ടയക്കുന്നത് വരെ തങ്ങളുടെ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നിരവധി സംഘടനകളുണ്ട്. പ്രത്യേകിച്ച് JNUവിലെ വിദ്യാർത്ഥി യൂണിയന്റെ ഒരു നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധങ്ങൾ നടക്കുന്നത്. ICയുടെയും ഫ്രറ്റേണിറ്റിയുടെയും SFIയുടെയും എല്ലാം ആ വിദ്യാർത്ഥി സംഘടനകൾ ഈ സമരത്തിന്റെ ഭാഗമാകാനായിട്ട് ഇപ്പോഴോ ഈ ജന്തർ മന്ദറിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. നാളെ ഈ സോനം വാങ്ചുകിന്റെ ഭാര്യ നൽകിയ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. സോനം വാങ്ചുക് ദിവ്യ, പ്രധാനമായും സോനം വാങ്ചുക് അയച്ച കത്തിലൂടെ പറയുന്നത് ഈ അവിടെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് സോനം വാങ്ചുക് ഈ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇതിൽ വലിയ രീതിയിലുള്ള ദുരൂഹതയുണ്ട്. സമാധാനപരമായി നടന്ന ഒരു സമരമായിരുന്നു. ആ സമരം പെട്ടെന്ന് അക്രമാസക്തമാവുകയായിരുന്നു. അതിലാണ് 4 പേർ കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം വേണം. പോലീസിന്റെ വെടിവെപ്പിലാണ് 4 ആളുകളും കൊല്ലപ്പെട്ടതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിലൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ കൃത്യമായിട്ട് എന്താണ് നടന്നത് എന്നതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ മാത്രമേ കേന്ദ്ര സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാവുകയുള്ളൂവെന്ന് നേരത്തെ ലഡാക്കിൽ നിന്നുള്ള സംഘടനകൾ ഇതേ ആവശ്യം സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ജുഡീഷ്യൽ അന്വേഷണം അല്ലാതെ മറ്റേതെങ്കിലും അന്വേഷണം പ്രഖ്യാപിച്ചതുകൊണ്ട് തങ്ങൾ ഈ സർക്കാരുമായിട്ടുള്ള ചർച്ചയുടെ ഭാഗമാകില്ല. പകരം തങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ സർക്കാരുമായി ഒരു ചർച്ചയ്ക്ക് നിൽക്കുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ ലഡാക്കിൽ നിന്നുള്ള സംഘടനകൾ വ്യക്തമാക്കിയിരുന്നു. സംഘടനയുടെ ചില പ്രതിനിധികൾ ഉൾപ്പെടെ ഇന്ന് വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. നാളെ സുപ്രീം കോടതി എടുക്കുന്ന തീരുമാനം നിർണായകമായിരിക്കും. സുപ്രീം കോടതി ഏതെങ്കിലും പെട്ടെന്ന് ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ സോനം വാങ്ചുകിനെ വേഗം പുറത്തിറങ്ങാൻ സാധിക്കും. പക്ഷേ NSA ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് സോനം വാങ്ചുകിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്നൊരു ജയിൽ മോചനം സാധ്യമാകുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതേസമയം സോനം വാങ്ചുകിനെ കണ്ട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരമെങ്കിലും തനിക്ക് ഒരുക്കണമെന്ന് കൂടി ഭാര്യ ഗീതാഞ്ജലി കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുള്ളൊരു അവസരം ഒരുപക്ഷെ നാളെ കോടതി നൽകുകയാണെങ്കിൽ അത് ഗീതാഞ്ജലിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായിരിക്കും. ഒരു സമാധാനപരമായുള്ള പ്രതിഷേധമാണോ അവിടെ ജന്തർ മന്ദറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അതോ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടോ? ദിവ്യ, സമാധാനപരമായിട്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ആ വിദ്യാർത്ഥി സംഘടനകൾ മാത്രമാണ് ഇപ്പോൾ ഈ സമരത്തിന്റെ ഭാഗമായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജവഹർലാൽ നെഹ്റു വിദ്യാർത്ഥി യൂണിയനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതിൽ ICയും ഫ്രറ്റേണിറ്റിയും അതോടൊപ്പം തന്നെ KYS ഉൾപ്പെടെയുള്ള നിരവധി വിദ്യാർത്ഥി സംഘടനകൾ ഈ സമരത്തിന്റെ ഭാഗമാകാനായിട്ട് ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാവുന്നതുമാണ്. ഏകദേശം 1 മണിക്കൂറായി പരിപാടി ആരംഭിച്ചിട്ട് നിരവധി ആളുകൾ, പ്രത്യേകിച്ച് ഖാർഗിൽ നിന്നുള്ള സമര നേതാക്കൾ ഉൾപ്പെടെ ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. സജ്ജാദ് ഖാർഗി ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ വിദ്യാർത്ഥികളെ അഭിസംബോധന സംസാരിക്കുകയും ചെയ്തിരുന്നു. എല്ലാവരുടെയും ആവശ്യം ഒന്ന് തന്നെയാണ്, സോനം വാങ്ചുകിനെ എത്രയും വേഗം വിട്ടയക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം. അതോടൊപ്പം തന്നെ സംസ്ഥാന പദവിയും ഗോത്ര പദവിയും എത്രയും വേഗം നൽകണം എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആവശ്യങ്ങൾ ഉയർത്തിയാണ് വിദ്യാർത്ഥികൾ ഇവിടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം സോനം വാങ്ചുകിനെ വിട്ടയക്കണം. വിട്ടയക്കുന്നത് വരെ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. അതല്ലാതെ മറ്റു ആവശ്യങ്ങളൊന്നും തങ്ങൾക്കില്ല. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ പലതവണ ഉറപ്പ് നൽകിയ കാര്യമാണ് ലഡാക്കിന്റെ സംസ്ഥാന പദവിയും ഗോത്ര പദവിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുമെന്നുള്ളത്. എന്നിട്ട് പോലും കേന്ദ്ര സർക്കാർ അതിൽ നിന്നും പിന്മാറുകയാണ്, അതിൽ നിന്ന് ഒളിച്ചു കളിക്കുകയാണ്. അതെന്താണ് അതിന്റെ കാരണം എന്ന് ചോദിക്കുന്നുണ്ട്. ആവശ്യം ഹർജി കോടതി പരിഗണിക്കുമ്പോൾ എന്താകും കേന്ദ്ര നിലപാട്? അതും നിർണായകമായിരിക്കില്ലേ? തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. ഒരു വിശദീകരണം ചോദിക്കാതെ ഈ കേസിൽ കോടതിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനം ഉണ്ടാകില്ല. കോടതിയിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന തീരുമാനം
അതും നിർണായകമായിരിക്കും. കാരണം സോനം വാങ്ചുക് മുന്നോട്ട് വെച്ച ആവശ്യത്തിൽ കേന്ദ്ര സർക്കാരിന് എന്താണ് പറയാനുള്ളത്, അതോടൊപ്പം തന്നെ അവിടെ നടന്ന സംഘർഷവും അതിനെ തുടർന്ന് 4 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന ആ തീരുമാനങ്ങളും നിർണായകമായിരിക്കും. സോനം വാങ്ചുകിന്റെ ഭാഗത്തുനിന്നുകൊണ്ടുണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണോ അവിടെ അങ്ങനെ ഒരു അക്രമാസക്തമായിട്ടുള്ള സംഭവം ഉണ്ടാവുകയും അവിടെ പോലീസ് ജീപ്പിനും അതോടൊപ്പം തന്നെ BJP ഓഫീസിനുമെല്ലാം തീയിടുകയും ഒക്കെ ചെയ്തിരുന്നു. അത് സോനം വാങ്ചുകിന്റെ ആഹ്വാനപ്രകാരമാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ പ്രത്യേകിച്ച് BJP ഉൾപ്പെടെ അത്തരമൊരു ആരോപണം ഉയർത്തുകയും ചെയ്തിരുന്നു. ആ ഒരു നിലപാട് കോടതിയിൽ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയാണെങ്കിൽ അത് സോനം വാങ്ചുകിന്റെ മോചനത്തെ കാര്യമായി തന്നെ ബാധിക്കും. അതല്ല, ഇനിയിപ്പോൾ സുപ്രീം കോടതി ആ വിഷയത്തിൽ സോനം വാങ്ചുകിന്റെ ഭാര്യ ആവശ്യപ്പെട്ടതുപോലെ സോനം വാങ്ചുകുമായി സംസാരിക്കാൻ അവസരമൊരുക്കണം. അദ്ദേഹത്തിന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നിലവിൽ ജയിലിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ഒരു വിവരങ്ങളും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട് തങ്ങൾക്ക്. അതുകൊണ്ട് സോനം വാങ്ചുകിനെ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്നാണ് സുപ്രീം കോടതിയോട് ഗീതാഞ്ജലി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ സമാനമായിട്ടുള്ള ആവശ്യം പ്രധാനമന്ത്രിയോടും രാഷ്ട്രപതിയോടുമെല്ലാം ഗീതാഞ്ജലി ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തത്. നാളെ രാവിലെ തന്നെ കോടതി ഈ കേസ് പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കോടതിയുടെ ഇടപെടൽ ഏതായാലും ഈ കേസിൽ നിർണായകമാവുക തന്നെ ചെയ്യും. നിലവിൽ രാജസ്ഥാനിലെ ജോധ്പൂരിലെ ജയിലിലാണ് സോനം വാങ്ചുക് ഉള്ളത്. NSA ചുമത്തിയാണ് അദ്ദേഹത്തെ ആ സമരവേദിയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. ലഡാക്കിൽ നടന്ന സംഘർഷത്തിന് പിന്നാലെ അദ്ദേഹം ഈ നിരാഹാര സമരം പ്രത്യേകിച്ച് അവസാനിപ്പിച്ചിരുന്നു. 35 ദിവസത്തെ നിരാഹാര സമരമായിരുന്നു സോനം വാങ്ചുക് പ്രഖ്യാപിച്ചത്. 15 ദിവസമായപ്പോഴായിരുന്നു നിരാഹാര സമരം കിടന്ന അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഡൽഹി ജന്തർ മന്ദിറിൽ പ്രതിഷേധിക്കുന്നത്. വാങ്ചുകിനെ വിട്ടയക്കണമെന്നാണ് ആവശ്യം. അതുപോലെ തന്നെ സോനം വാങ്ചുകിനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ ഗീതാഞ്ജലി നൽകിയ ഹർജിയും നാളെ സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ.